എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. എന്താ സംഭവം പറ കേക്കട്ടെ. ജെമിനി ഓപ്പൺ ആണോ? ഓക്കെ ജെമിനി, എന്താടാ കുട്ട? ഖുറാൻ 3-ാം അധ്യായം 161-ാം സൂക്തം ഒന്ന് വായിക്കാമോ? വായിച്ചിട്ട് അതിന്റെ തഫ്സീറും വായിച്ചു കേൾപ്പിക്കാമോ? ഖുർആൻ അനുപാതം 3:161 ൽ പ്രവാചകന്മാർ വഞ്ചന ചെയ്യില്ലെന്നും ആരെങ്കിലും വഞ്ചന ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു. തരാനിപ്പ എന്റെ കയ്യില് വേറെ ഒന്നുമില്ല ഞെട്ടാ, മാലയിട്ട് കാണണം. ജെമിനി, ഇതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ഇബ്ൻ അബ്ബാസ് തഫ്സീർ. ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ പ്രകാരം ഈ സൂക്തത്തിൽ പ്രവാചകന്മാർ ഒരിക്കലും ദൈവവചനങ്ങളിൽ മാറ്റം വരുത്തില്ലെന്നും അവർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിൽ ആരോപിക്കില്ലെന്നും പറയുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ അന്ത്യനാളിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജെമിനി പറയുന്നത് ശരിയല്ല. അങ്ങനെയല്ല തഫ്സീറിലുള്ളത്. മഞ്ഞപ്പിത്ത പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ശരിക്കുള്ളത് വായിക്കാൻ പറ്റില്ലേ ജെമിനി? ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തിനാണ് റോങ് ഇൻഫർമേഷൻ തരുന്നത്? ഖുർആൻ അനുപാതം 3:161 ൽ പ്രവാചകന്മാർ വഞ്ചന ചെയ്യില്ലെന്നും ആരെങ്കിലും വഞ്ചന ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു. നോക്കി പേടിപ്പിക്കണ്ട. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ആൻസർ പറയാം. ജെമിനി, ഈ വചനം തന്നെ വായിക്കുന്നത് നിങ്ങൾ വളരെ കൺസൈസ്ഡ് ആയിട്ടാണ്. ഇങ്ങനെയല്ല ശരിക്കുള്ള ആയത്തുള്ളത്. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കൂ, ഫുൾ ആയിട്ട് വായിക്കൂ. നിങ്ങൾ തന്നെ അതിനെ ചുരുക്കാതെ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒരു പ്രവാചകനും വഞ്ചന നടത്തുകയില്ല. ആരെങ്കിലും വഞ്ചന ചെയ്താൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ താൻ വഞ്ചന ചെയ്ത വസ്തുവുമായി വരുന്നതാണ്. പിന്നീട് ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അർത്ഥം മനസ്സിലായല്ലോ. താങ്ക് യു ജെമിനി. മോസ്റ്റ് വെൽക്കം അമ്മേ. ഇബ്ൻ കത്തീറിന്റെ മുഴുവൻ തഫ്സീറും വായിച്ച് കേൾപ്പിക്കൂ. ഇബ്ൻ കസീറിന്റെ തഫ്സീർ ഇപ്രകാരമാണ്: യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന മുതലുകൾ വീതിക്കുമ്പോൾ പ്രവാചകൻ നീതി പാലിക്കാത്തതിനെ കുറിച്ച് ചിലർ സംശയം പ്രകടിപ്പിച്ചു. ഇതിന് മറുപടിയായി അവതരിപ്പിച്ചതാണ് ഈ സൂക്തം. വണ്ടി എടുക്കട്ടെ മോളെ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പ്രവാചകന്മാർ ഒരിക്കലും വഞ്ചന ചെയ്യില്ലെന്നും ആരെങ്കിലും വഞ്ചന ചെയ്താൽ അന്ത്യനാളിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഈ സൂക്തം വ്യക്തമാക്കുന്നു. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ജെമിനിയുടെ വിവരണം വേണ്ട. എന്ത് വസ്തുവാണ് പ്രവാചകൻ എടുത്തതായി ആരോപിക്കപ്പെട്ടത്? ഇത് തീർന്നില്ലേ? അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ലഭിച്ച മുതലുകൾ വീതിച്ചപ്പോഴാണ് പ്രവാചകൻ നീതി പാലിക്കാത്തതിനെ കുറിച്ച് ചിലർ സംശയം പ്രകടിപ്പിച്ചത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഹദീസുകളൊന്നും ഫീഡ് ചെയ്തിട്ടില്ല. ഇബ്നു കസീറിൽ ബദർ യുദ്ധകാലത്ത് ഒരു ചുവന്ന വെൽവെറ്റ് ഷീറ്റ് കാണാതായതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ അത് പ്രവാചകൻ എടുത്തിരിക്കാമെന്ന് സംശയിച്ചു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. പ്രവാചകന്മാർ ഒരിക്കലും യുദ്ധം മുതൽ കവർന്നെടുക്കില്ലെന്നും അത് വലിയ പാപമാണെന്നുമാണ് അതിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായോ? ഇങ്ങനെയുള്ള ഹദീസുകളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് AI ഫീഡിങ് നടത്തിയിരിക്കുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. തഫ്സീർ ജെമിനി വായിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ജെമിനിക്ക് കിട്ടിയിട്ടില്ല. തലച്ചോറ് നായിന്നാല് പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് ഇത് ഗുഡ് ഇൻഫർമേഷൻ, നോട്ട് ദ കറക്റ്റ് ഇൻഫർമേഷൻ. ആണോ? സോറി, പ്ലീസ് അപ്ഡേറ്റ് യുവർ ഇൻഫർമേഷൻ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓ, ദൂരം വഴിയല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.